ഫിറോസ് വീഡിയോ കോളിൽ വിളിക്കുമ്പോഴത്തേന് റസൂൽ പൂക്കുട്ടി ഉറങ്ങണമായിരിക്കും. അപ്പോഴാണ് വീഡിയോ കോൾ പറയണോ ശല്യം വിളിക്കേണ്ടെന്നുള്ള രീതിയിലാണ് നമ്മൾ ഫിറോസിന്റെ ഫോൺ എടുക്കണം. പക്ഷെ ഫോൺ എടുത്തതിന്റെ ടോക്ക് മാറി. ഈ കാന്താണ് കാന്തൻ. സജന നൂർ, റസൂൽ പൂക്കുറ്റി, ഫിറോസ് ഖാൻ, ഇവർ മൂന്നു പേരെയും ചുറ്റിപ്പറ്റി കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലൂടെ കറങ്ങി നടക്കുന്ന കഥകളെല്ലാം നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും കാണുന്നുണ്ടാവുമല്ലോ അല്ലേ? ഞാനും 1-2 വീഡിയോകളൊക്കെ ചെയ്തു. ഇപ്പോൾ ഇന്നലെ രാത്രിയിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഫിറോസ് ഖാൻ ഇട്ടിരിക്കുന്ന ഒരു വീഡിയോ കണ്ടപ്പോൾ കുറച്ച് കാര്യങ്ങളും കൂടെ എനിക്ക് മനസ്സിലായി. ആ മനസ്സിലായ കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്ന് തോന്നി. അതിലെ ആദ്യത്തെ കാര്യം, റസൂൽ പൂക്കുറ്റി ഒരു ചെറിയ കോഴിയാണല്ലയോ? നമ്മുടെ സജനയുടെയൊക്കെ സുഹൃത്ത്, നിങ്ങളുടെ പ്രിയ തോഴിയായിട്ടുള്ള സജനയുടെ സുഹൃത്ത് തന്നെയാണ് പറയുന്നത്, താങ്കൾ അവർക്കും മെസ്സേജ് അയക്കുമായിരുന്നു എന്ന്, കുറച്ച് ഇക്കിളിപ്പെടുത്തുന്ന മെസ്സേജുകൾ, കൂടാതെ വേറൊരു കൂട്ടുകാരിക്കും അയക്കുമായിരുന്നു എന്ന്. എല്ലാവർക്കും ഒരേ പാറ്റേണിലുള്ള സാധനങ്ങളായിരുന്നു അല്ലയോ? കൊള്ളാം, നിങ്ങളുടെ മിടുക്ക്, അതിനകത്ത് നമുക്ക് അസൂയപ്പെട്ടിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ. എന്നാൽ കുട്ടിയും കുടുംബവും ഒക്കെ ഉള്ളതല്ലേ? അല്ലേ? അത്ര ഞാൻ ചോദിക്കുന്നുള്ളൂ. പിന്നെ നിങ്ങളുടെ ഇഷ്ടം. അതുപോലെ തന്നെ സജന വന്നിരുന്ന് നാട്ടുകാരുടെ മുമ്പിലിരുന്ന് തേങ്ങി വിതിമ്പി മറ്റേ അയ്യോ ഫിറോസ് ഖാൻ എന്നെ അങ്ങനെ ചെയ്തേ ഇങ്ങനെ ചെയ്തേ, അവൻ മറ്റേതാണേ അവൻ മറിച്ചേതാണേ എന്ന് പറയുന്നതിന് മുമ്പ് ഒരു നിമിഷം ആലോചിക്കുക. ഇനിയെങ്കിലും നാട്ടുകാർ നിങ്ങളുടെ വായിൽ നിന്ന് തന്നെ നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളും കേട്ട് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ ആരും ഇനി നിങ്ങളെ എടുത്ത് തലേ വെക്കാൻ നിൽക്കത്തില്ല. അങ്ങനെ നിങ്ങളെ എടുത്ത് തലേ വെക്കാൻ വരുന്ന ആളുകൾ ചിലപ്പോൾ നാട്ടുകാർ നാളെ പറഞ്ഞേക്കും കാശി മേടിച്ചിട്ട് വെളുപ്പിക്കാൻ ഇറങ്ങിയതാണെന്ന്. കാരണം എല്ലാവർക്കും മനസ്സിലാവും നിങ്ങളെ വെളുപ്പിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ തന്നെ പല കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ തന്നെ നമ്മുടെ റസൂൽ പൂക്കുറ്റി എടുക്ക 3 കോലി ചോദിക്കുന്നതൊക്കെ നമ്മൾ കേട്ടതാ. എന്നാ ഇക്കാക്ക ദൈവമാണ്, പ്ലംബറാണ്, ഹോട്ടലിലെ വെയിറ്ററാണ് എന്നൊക്കെ പറഞ്ഞ് ചേച്ചി കരയുന്നത് ഞങ്ങൾ കണ്ടതാ. അതുകൊണ്ട് വിട്ടുകളാ, ജനങ്ങളെ വന്നിനി പറ്റിക്കാൻ നിൽക്കരുത്. എന്താണെങ്കിലും ഇന്നലെ ഫിറോസ് ഖാൻ ഇട്ടിരിക്കുന്ന വീഡിയോ, അതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഫിറോസ് ഖാന് നമ്മുടെ സജനയുടെയൊക്കെ ഒരു സുഹൃത്ത് അയച്ചു കൊടുത്തൊരു വോയിസ് ഉണ്ട്. നിങ്ങളത് ചിലപ്പോൾ ഭൂരിഭാഗം ആളുകളും കേട്ടതായിരിക്കും. എന്നിരുന്നാലും അതിനകത്ത് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്, ചിലപ്പോൾ നിങ്ങൾ വിട്ടുപോയതായിരിക്കും. ആ പോർഷൻസ് മാത്രം ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് കേൾക്കണം. അതിനു മുമ്പ് ഫിറോസ് ഖാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ അവിടെ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. വീണ്ടും വീണ്ടും മറ്റുള്ളവരുടെ റസൂൽ പൂക്കുട്ടിയുടെയൊക്കെ മുഖം രക്ഷിക്കാൻ നമ്മുടെ തലയിൽ ഓരോന്ന് കൊണ്ട് ചേർക്കുന്നതുകൊണ്ടാണ് ആ വീഡിയോ ഇട്ടത്. അല്ല, അതിലൊരു വിജയമല്ല. ഇപ്പോഴും ഒരു ഏകദേശം ആ വീഡിയോ വന്നതിന് ശേഷം, സജനയുടെ വീഡിയോ വന്നതിന് ശേഷം ഇപ്പോഴും ഞാൻ എൻ്റെ ലൈഫിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല. ആക്ച്വലി ഇപ്പോൾ ഇനിയൊരു വീഡിയോ ഇടണ്ടെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇപ്പോൾ ഇത് വീണ്ടും വരാൻ കാര്യം നാണക്കേട് തന്നെയാണ്. എങ്കിലും വീണ്ടും ഗതികേട് വരാനുള്ളൊരു ഗതികേട് എന്ന് പറയുന്നത്, വീണ്ടും അവൾ വന്നിട്ട് വായിത്തൊന്ന് എന്തോന്ന് വിളിച്ചു പറയുകയാണ്. അപ്പോൾ ഇതിനകത്ത് അവൾ കുറേ സ്ത്രീകളെക്കുറിച്ചും ഒരു കുട്ടിയെക്കുറിച്ചും ഒക്കെ ഞാൻ സെക്സ് ചെയ്തെന്നുള്ള രീതിയിലാണ് പറഞ്ഞു വെക്കുന്നത്. ഞാൻ അങ്ങനെ ഇവള് പറഞ്ഞ ഏതെങ്കിലും ഒരു സ്ത്രീയായിട്ട് സെക്സ് ചെയ്യുകയോ അതുകൂടാതെ ഫ്രഞ്ച് കിസിൻ്റെ കാര്യം പറഞ്ഞു അങ്ങനെ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് അത് അവൾ തെളിയിക്കുകയാണെങ്കിൽ, നിയമവും കാര്യങ്ങളും ഒരുപാട് കാര്യമുണ്ട്, അങ്ങനെ അവൾ തെളിയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കല്ലെറിഞ്ഞു കൊല്ലാം. ഞാൻ അങ്ങനെ ഒരു സംഭവമേ ചെയ്തിട്ടില്ല. പിന്നെ അവർ ഓഡിയോ കേൾപ്പിച്ചു. ഞാൻ തന്നെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്. ഓൾറെഡി ഇവളെ എന്നെക്കുറിച്ചുള്ള അലിഗേഷൻസ് എല്ലാം പറഞ്ഞ് ഇട്ടതിന് ശേഷം ഞാൻ അന്ന് ഇത് കണ്ടിട്ട് വിളിച്ചതായിരുന്നു. വിളിച്ചിട്ട് ഞാൻ അവളുടെ അടുത്ത് കാല് ഓടിക്കുന്നുണ്ട്. ആ വീഡിയോ എടുത്ത് കളഞ്ഞി. എന്നിട്ട് ആ 17ൻ്റെ കാര്യം അങ്ങനെയല്ല, നീ അത് ക്ലാരിറ്റി ചെയ്ത് ജനങ്ങളോടൊരു വീഡിയോ ഇടും, ഇല്ലെങ്കിൽ ഞാൻ മരിക്കുമെന്ന് ഞാൻ പറഞ്ഞ കാര്യമാണ്. പക്ഷേ അത് അവിടുന്ന് എഡിറ്റ് ചെയ്ത് ആ ഒരു കാര്യത്തിലേക്ക്, ഒറ്റ ഒരു കാര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചു. ആ വീഡിയോ മൊത്തം ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞതാണ്. എന്നിട്ട് ആ ഡിലീറ്റ് ചെയ്തിട്ട് ഈ പോക്സോടെ എങ്കിലും നീ ആ 17 വയസ്സുള്ളെങ്കിലും നീ പറഞ്ഞിട്ട് ക്ലാരിറ്റി. എന്നിട്ട് അവൾ പറഞ്ഞു ഊമക്കത്തിൻ്റെ കാര്യം അത് വന്നോളൂ, അങ്ങനെ എന്തൊക്കെ കഥ പറഞ്ഞു. അടുത്ത ഒരു ഇലക്ഷൻ വരികയാണ്, അപ്പോഴത്തേക്ക് അതൊക്കെ മറിഞ്ഞു പോകുന്നു. ആ സംഭാഷണത്തിനിടയ്ക്കുള്ളതാണ് ഞങ്ങൾ കേൾപ്പിച്ചത്. ബാക്കി കേൾപ്പിക്കാമേ. സജന നൂർ, ഫിറോസ് ഖാൻ രണ്ടിനെയും എനിക്കത്ര വെടിപ്പായിട്ട് തോന്നിയിട്ടില്ല പലപ്പോഴും, ഉള്ള കാര്യം പറയാലോ. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഫിറോസ് ഖാൻ കൊണ്ടുവന്ന് ഇറക്കിയ വീഡിയോ ക്ലിപ്പുകൾ, വോയിസ് റെക്കോർഡുകൾ, അതിനകത്തുനിന്നൊക്കെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് വ്യക്തമാവുന്നുണ്ട്. അതായത് സജന അത്ര നീറ്റൊന്നുമല്ല. സജന റസൂൽ പൂക്കുറ്റി ആയിട്ടുള്ള അവരുടെ കോൺവെർസേഷൻസ് അതൊക്കെ നമ്മളെ കേൾപ്പിച്ചത് അതിനകത്തൊന്നും ഒരു കട്ടിങ് ഒന്നും വരാതെ വളരെ പ്രോപ്പറായിട്ടുള്ള ആണെന്നൊന്നും ആരും ഇവിടെ പറയരുത്. അതൊന്നും ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. വളരെ പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞതുപോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ സജന പറഞ്ഞ, ഇപ്പോൾ ഈ കേൾക്കുന്നുണ്ടല്ലോ 17 വയസ്സ് പ്രോക്സോ,
അതിനെ പറ്റിയിട്ടൊക്കെ പോകുമ്പോഴും അല്ലെങ്കിൽ അതിനെപ്പറ്റി നമ്മളൊന്ന് ഡെപ്തായിട്ട് ഇവർ കേൾപ്പിച്ച കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴും എനിക്കത് എഡിറ്റിംഗ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. ഫിറോസ് കാക്ക ഉള്ള കാര്യം പറയാമല്ലോ, അവരെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ നിൽക്കത്തില്ല, നടക്കുന്ന കാര്യമേ. അതുപോലെ തന്നെ താങ്കളെയും സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല ഫിറോസ് കാക്ക. ചക്കിക്കൊത്ത ചങ്കരൻ, അങ്ങനെ എനിക്ക് പറയാൻ തോന്നുന്നുള്ളൂ നിങ്ങളുടെ കാര്യത്തിൽ. പിന്നെ എവിടെയോ കുറച്ച് ശരികൾ നിങ്ങളുടെ സൈഡിലുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. എന്ന് വെച്ചിട്ട് നിങ്ങൾ പറയുന്നത് എല്ലാം മറ്റേ വെള്ളം പെടുക, മറ്റേ വെള്ളം തൊടാതെ അങ്ങ് വിഴുങ്ങിയിട്ട് ഫുള്ള് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക, അത് നടക്കുന്ന കാര്യമല്ല. എനിക്കങ്ങനെ തോന്നുന്നില്ല. 2 പേരുടെ കയ്യിലും തെറ്റുകളുണ്ട് ഈ ഒരു വിഷയത്തിൽ. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ പറഞ്ഞു തീർക്കായിരുന്നു, നിങ്ങളുടെ ഒരു പേഴ്സണൽ സ്പേസിൽ പറഞ്ഞു തീർക്കായിരുന്നു. സോഷ്യൽ മീഡിയയിലോട്ട് ഇത് എടുത്തുകൊണ്ട് വരാൻ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ ഓക്കെ, നിങ്ങൾ എടുത്തുകൊണ്ട് വന്നതിനകത്ത് എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ചില കാര്യങ്ങൾ നിന്നെന്ന് വരത്തില്ല, മനസ്സിലായില്ലേ? ചിലപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ആളുകൾ ഭയങ്കര ഹോൾഡുള്ള ആളുകളാണെങ്കിൽ അവർ ചിലപ്പോൾ പോലീസ് വഴി അല്ലെങ്കിൽ ഇവിടുത്തെ മെയിൻ വലിയ ആളുകൾ വഴി ചിലപ്പോൾ നമ്മളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് പോയി ഒന്ന് പിടിച്ചു നിൽക്കാൻ നമ്മുടെ സൈഡ് എന്ന് പറഞ്ഞ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നത് സോഷ്യൽ മീഡിയ എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. മനസ്സിലായോ? 10 പേരോട് നമുക്ക് നമ്മുടെ പ്രൂഫും നമ്മുടെ തെളിവുകളും നമ്മുടെ സൈഡ് നമുക്കിരുന്ന് പറയാൻ പറ്റും. നാളെ ഒരു കൂട്ടം ആളുകൾ ഈ മെയിൻ സ്ട്രീം ചാനലുകളോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ വഴിയോ ഒക്കെ നമ്മളെ കല്ലെറിയുമ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് പേര് കേൾക്കുമ്പോൾ ആ കുറച്ച് പേരെങ്കിലും നമ്മുടെ കൂടെ കാണും. മനസ്സിലായോ? അങ്ങനെയുള്ള കുറേ കാര്യത്തിലൊക്കെ സോഷ്യൽ മീഡിയ ഓക്കെ, ഗുഡാണ്, നിങ്ങൾ വന്ന് പറയുന്നത് മനസ്സിലാക്കാം. പക്ഷെ ഇവിടെ നിങ്ങളിപ്പോൾ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് ഇതിനകത്തൊന്നും നിങ്ങൾക്ക് എന്തായിരിക്കും കിട്ടാൻ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിൽ നിങ്ങൾ പറയുന്ന അല്ലെങ്കിൽ സജിന നൂർ തന്നെ ഇപ്പോൾ ഈ അടുത്തായിട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ റസൂൽ പൂക്കുറ്റി ഇക്കാക്ക എതിരായിട്ട് ഒരു അക്ഷരം മിണ്ടുന്നില്ല. പുള്ളിയുടെ കാര്യം നോക്കി വീട്ടിലെങ്ങാണ്ട് ഇരിപ്പുണ്ട്. മനസ്സിലായോ? അവിടെയാണ് നിങ്ങൾ 2 പേരും ഫെയിലറായി പോകുന്നത്. ഇപ്പോൾ നമ്മുടെ ഫിറോസ് ഖാൻ പറയുമ്പോൾ പോലും എനിക്ക് തോന്നുന്നില്ല അയാൾ ഇനിയും ഒരിക്കലും ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സോഷ്യൽ മീഡിയ എന്ന് പറയുമെന്ന്, സോഷ്യൽ മീഡിയ വഴി ജനങ്ങളോട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പുള്ളി ആ ഒരു ക്വാളിറ്റി, പുള്ളിയുടെ ആ ഒരു സ്റ്റാൻഡേർഡ്, ഓക്കെ ഞാൻ ഒരു അവാർഡ് വിന്നിങ് ഒരു വ്യക്തി, ഗംഭീര വ്യക്തി, പുള്ളി ആ സാധനം പിടിച്ചാണ് നിൽക്കുന്നത്. നിങ്ങളിവിടെ താഴെ തട്ടിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് കളിക്കുകയാണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. നമുക്ക് ബാക്കി കേൾക്കാം. ഇത്രയും സജിന ഒരു 10 വർഷം ഒരു മനുഷ്യനെ ഇട്ട് നശിപ്പിച്ച് അവൻ്റെ ജീവിതം ഇല്ലാതാക്കി. ഇനി എന്ത് ജീവിതമാണ് എനിക്കുള്ളത്? എന്നിട്ട് വീണ്ടും വന്ന് നീ എന്തായാലും വിജയിച്ചിരിക്കുന്ന ഒരാളല്ലേ, വീണ്ടും വന്ന് റസൂലിനെ രക്ഷിക്കാൻ വേണ്ടി. ഈ റസൂലിൻ്റെ കളി തന്നെയാണ് ഉപദേശിക്കുന്ന കംപ്ലീറ്റ് അവനാണെന്നറിയാം. അവനൊരിക്കലും പുറത്ത് വരത്തില്ല. അവൻ സജിനെ വെച്ച് കളിപ്പിച്ചുകൊണ്ടിരിക്കും. നീ എന്തിനാണ് സേന വീണ്ടും ഇങ്ങനെ മെഴുകുന്നത്? അതിനൊക്കെ നിൻ്റെ കൂട്ടുകാരികളെ കുറിച്ച്. ആ ദിയാസനെ പുറത്ത് വരത്തില്ലെന്നാണോ? അവളൊന്നും ജീവിതത്തിൽ ചെയ്യാത്ത കാര്യങ്ങൾ നീ പറയുമ്പോൾ അവളിത് പുറത്തു വന്ന് പറയത്തില്ലെന്ന് നിനക്ക് തോന്നുന്നു? നമുക്കൊരു കാര്യം മനസ്സിലാക്കണം. നീ തെറ്റുകൾ ചെയ്തിട്ടാണ് നീ ഇങ്ങനെ വെള്ളം കുടിക്കുന്നത്. ആ തെറ്റുകൾ ചെയ്യാത്ത ഓരോ ആൾക്കാരെ നീ വലിച്ചിടുമ്പോഴത്തേക്ക് എപ്പോഴും തെറ്റിനെ മറയ്ക്കാൻ വലിയ പാടാണ്. തെറ്റ് ചെയ്യാത്തവർ അവർ രക്ഷപ്പെടും. അതൊരു ദൈവനീതിയാണ്. നീ വീണ്ടും ഇങ്ങനെ മെഴുകാതെ ഞാൻ നിൻ്റെ ഇതിലേക്ക് തിരിച്ചു വരുന്ന ഒറ്റ ഒരു റിക്വസ്റ്റ് മാത്രമേ എനിക്കുള്ളൂ. എൻ്റെ കുഞ്ഞിനെ നീ എനിക്ക് തിരിച്ചു തരണം. കാരണം ഞാനിപ്പം കുറച്ച് ദിവസമായിട്ട് വിളിച്ചിട്ട് പോലും നീ എനിക്ക് കോൾ അറ്റൻഡ് ചെയ്യിപ്പിക്കുന്നില്ല. അത് വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്. ഇത്രയൊക്കെ ദ്രോഹിച്ചതുപോലെ അല്ലെങ്കിൽ ഞാനത് ആ ഒരൊറ്റ കാര്യം കേസുമായിട്ട് ഞാൻ പോകും. കാരണം ഇത്രയും ഞാൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നിനക്കും അല്ലെങ്കിൽ റസൂൽ പൂക്കുട്ടിക്ക്. കാരണം നിങ്ങൾ കള്ളക്കേസിൽ കൊടുക്കുമെന്ന് അറിയാൻ വലിയ ആൾക്കാരാണ്. അപ്പോൾ എന്നെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കേസുകൾ കൊടുത്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ നിന്നെയൊക്കെ അകത്ത് കിടത്തേണ്ടുള്ള ഇത്രയും സംഭവങ്ങളുണ്ടെന്നറിയാം എൻ്റെ വക്കീൽ തന്നെ എനിക്ക് പറഞ്ഞു. പക്ഷേ ഞാൻ അങ്ങനെ പോലും നിങ്ങളെ ദ്രോഹിക്കാൻ വന്നിട്ടില്ല. നിനക്ക് റസൂലിൻ്റെ കൂടെ ജീവിക്കണമെങ്കിൽ ജീവിച്ചോ, പക്ഷേ എൻ്റെ കുഞ്ഞിനെ എനിക്ക് തരണം. അതിന് എന്ത് രീതിയിലായാലും നിനക്കറിയാമല്ലോ ഞാനോട്ടുള്ള അറ്റാച്ച്മെൻറ്റ്. ഇനി ആ വിവാഹം പോലും ഇല്ല. അപ്പോൾ എനിക്ക് കുഞ്ഞുമായിട്ട് മാത്രമേ ഉള്ളൂ. അവനോട്ടുള്ള അറ്റാച്ച്മെൻറ്റ് നിനക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. നീ ദ്രോഹിക്കരുത്. പിന്നെ നീ നിൻ്റെ കൂട്ടുകാരികൾ ഒരുപാട് പേരെക്കുറിച്ച് പറഞ്ഞു. അതിൽ ഒരു കൂട്ടുകാരി എനിക്ക് നിൻ്റെ ഗൾഫിലുള്ള ആ സുഹൃത്തിൻ്റെ ഒരു ഓഡിയോ ഒന്നെന്തായാലും കേട്ടു. ബാക്കി കേൾപ്പിക്കാം, കൂട്ടുകാരിയുടെ ഓഡിയോ കേൾപ്പിക്കാം. അതിനു മുമ്പ് സജിന, ആ വ്യക്തിയിൽ, ഫിറോസ് ഖാൻ എന്ന വ്യക്തിയിൽ നിങ്ങൾക്കുണ്ടായ കുട്ടിയെ നിങ്ങൾക്ക് അയാൾക്ക് കൊടുത്തൂടെ? എൻ്റെ ഒരു അറിവിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി ജനങ്ങളെല്ലാവരും ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ വയറ്റിൽ ഒരാളുണ്ട്. അത് പൂക്കുറ്റിയുടെ ആണോ അല്ലയോ പടക്ക കമ്പനിയുടെ ആണോ എന്തിൻ്റെ ആണോന്നും നമുക്കറിയത്തില്ല. എന്തിൻ്റെ ആണെങ്കിലും ആരുടെ ആണെങ്കിലും അങ്ങനെ ഒരു കുട്ടിയൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, പുതുതായിട്ടൊരു കുട്ടി വരുന്നുണ്ടെങ്കിൽ നല്ല കാര്യമല്ലേ? നിങ്ങൾ ആ കുട്ടിയെ വളർത്തൂ. ഫിറോസ് ഖാൻ അയാളുടെ കുട്ടിയെ കൊടുത്തേക്കൂ. ഇല്ലേ, പുള്ളി കുട്ടിയെ നോക്കട്ടെ. പുള്ളിയിടയ്ക്കും ആരെങ്കിലും ഒക്കെ വേണ്ടേ?
അല്ല, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. ഇത്രയും പുള്ളിയേയും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി ഇരിക്കുകയല്ല. നിങ്ങൾക്കുണ്ടല്ലോ കൂടെ 2-3 പിള്ളേർ. പുള്ളിയുടെ ഒരാളെ പുള്ളിക്കൊന്ന് കൊടുത്തൂടെ? നിങ്ങളുടെ ഇഷ്ടം, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ ദിയാസനയുടെ ഒക്കെ കാര്യം കഴിഞ്ഞ ദിവസത്തെ ഇന്റർവ്യൂവിൽ വിളിച്ചു പറഞ്ഞതാണ്. നമ്മുടെ സജനാനൂർ വീട്ടിൽ വന്നിരുന്ന് എന്തൊക്കെയോ വലിച്ചു കുത്തി കയറ്റി എന്നൊക്കെ പറയുന്നത്. സോ ഇതൊക്കെ ബാക്കിയുള്ള സജനാനൂർ നിങ്ങളെ അറിയാവുന്ന ആളുകളും കൂടെ കാണുമ്പോഴത്തേക്ക് അവര് നിങ്ങളിതൊക്കെ വലിച്ചു കയറ്റുന്നുണ്ടോ, നിങ്ങൾ ശരിക്കും ആരാണെന്ന് ആൾക്കാരെ വിളിച്ച് അറിയിക്കും. ഒന്നുമില്ലെങ്കിൽ ഇതുപോലെ റിയാക്ട് ചെയ്യുന്ന ആളുകളോട് പറയും. ഇല്ലെങ്കിൽ ഡയറക്റ്റ് ഫിറോസ് ഖാനെ വിളിച്ച് അദ്ദേഹത്തിന് വോയിസ് കൊടുക്കുന്നു. ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നടത്തും. അപ്പം അത് പുറത്തു വരും. വീണ്ടും നിങ്ങൾ തന്നെ നാറും. അത് സജനാനൂർ ഒന്ന് ഓർത്ത് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ വോയിസ് പറഞ്ഞു തരാം നിങ്ങൾക്ക്, ഒന്ന് കേട്ടോ. പക്ഷെ ഇവൾക്ക് അത് പറയുമ്പോഴാണ് കള്ളില്ലാണ്ട് പറ്റില്ല. MDMA എന്നൊരു സാധനം ഇവള് പറഞ്ഞല്ലോ വീഡിയോയിൽ. എനിക്ക് അത് കണ്ടുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇത് ചെയ്യണത്. ഈ MDMA എന്ന് പറഞ്ഞ സാധനം സജനനെ തലക്ക് പിടിച്ച് നമ്മളിങ്ങനെ കുലുക്കിയാലില്ലേ, സജനയുടെ മൂക്കിന്ന് ഒരു 3-3.5 കിലോയുള്ള MDMA കിട്ടും. സത്യമാണ് ഞാൻ പറയണത്. ഈ സാധനം ഇല്ലാതെ സജനക്ക് പറ്റില്ല. അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങേറ്റത്തെ അഡിക്ഷനാണ്. അതിന്റെ ഇടയിൽ സജന പറയുന്ന വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. സജന പറയുന്ന വേറെ കാര്യങ്ങളിലേക്കൊക്കെ പോകാം. ചേച്ചി ഈ പറഞ്ഞതൊക്കെ ഉള്ളതാണോ? 3-3.5 കിലോയോ? അതൊക്കെ എനിക്കത് മനസ്സിലാവുന്നില്ലല്ലോ ചേച്ചി. അതൊക്കെ എന്ത് പറച്ചില്ല? അല്ല, ഒരു ഓളത്തിന് പറഞ്ഞതാണെങ്കിൽ ഓക്കെ, മനസ്സിലാക്കാം. കണക്കൊക്കെ പറയുമ്പോൾ ഇത്തിരി നോക്കി കണ്ടും പറയണം കേട്ടോ. ഒരു ഓളത്തിന് പറഞ്ഞതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ആ പറഞ്ഞിരിക്കുന്നതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് 3-3.5 കിലോ സജനയുടെ മൂക്കിന്ന്. എന്തോ ഇത് ആന മൂക്കാ? അറിയാത്തോണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. പറഞ്ഞപ്പം ആ ഒരു ഓളത്തിന് ചിലപ്പോൾ പറഞ്ഞതായിരിക്കും. പോട്ടെ, ലീവ് ഇറ്റ്, നമുക്ക് ബാക്കി കേൾക്കാം. കുറെ അലിഗേഷൻസ്, അതായത് ഒരിക്കലും, അതായത് ഇവൾക്ക് അത് ചെയ്ത ആൾക്കാരുടെ പേര് ഇവള് പറയാണ്ട് അതല്ലാത്ത ആൾക്കാരുടെ പേര് ഞാൻ സജന ഇവള് പറയുന്നുണ്ട്. എന്നെ കുറെ നല്ല ആൾക്കാർ കൂടി ഇടപെടുത്തി എന്നെ കൊണ്ട് എവിടെ ആക്കി, എന്നെ എയർപോർട്ടിൽ നിന്ന് കയറ്റി വിട്ടു എന്ന്. അവളെ എയർപോർട്ടിൽ നിന്ന് കയറ്റി വിട്ട ആള് ഞാനാണ് സജന നൂർ. അത് ഞാൻ പരിചയപ്പെടുമ്പോൾ സജന ഫിറോസ് ആണ്. അതിനുശേഷമാണ് ഇവൾക്ക് കുറേ ബന്ധങ്ങൾ ഞാൻ കണ്ടത്. ഫിറോസ് അറിഞ്ഞതിന് ശേഷം പിന്നെ ഫിറോസിനെ അവൾക്ക് കൊണ്ടുനടക്കാൻ പറ്റില്ലല്ലോ, അവളത് നൂറാക്കി. ഈ പറഞ്ഞ സജന നൂറിനെ എയർപോർട്ടിൽ നിന്ന് കയറ്റി വിട്ടിട്ട് അതിന്റെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. അത് അവൾ കയറി പോണേ, അവളെ ഇമിഗ്രേഷൻ കഴിഞ്ഞ് കയറി പോണ വരെ ഞാൻ ആ എയർപോർട്ടിൽ ഞാൻ നിൽക്കുകയാണ്. ഈ ആക്കി കൊടുത്തു എന്ന് പറഞ്ഞ എൻ്റെ റസൂൽ പൂക്കുട്ടിയാണ് എൻ്റെ അങ്ങനെ ഇങ്ങനെ ദൈവം എന്നൊക്കെ പറഞ്ഞില്ലേ. റസൂൽ പൂക്കുട്ടി എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഫസ്റ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ലക്ഷ്മി ജയനും ഞാനുമാണ് ഈ റസൂൽ പൂക്കുട്ടീനെ ആദ്യം കാണുന്നത്. ഈ ഞങ്ങളുടെ ഗ്യാങ്ങിൽ കണ്ടു കഴിഞ്ഞാൽ അന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഫോട്ടോ എടുത്ത സമയത്തും അന്ന് ഈ പറഞ്ഞ പോലെ തന്നെ അവൾക്കൊരു ഒറ്റ മൂവിയുടെ ഇതിനൊരു പാട്ടിന്റെ സീനൊക്കെ അപ്പം ഞങ്ങളുടെ ഫോൺ നമ്പറൊക്കെ ഉണ്ട്. ഈ റസൂൽ പൂക്കുട്ടി എനിക്കും മെസ്സേജ് അയച്ചിട്ടുണ്ട്, ലക്ഷ്മി ജയനും മെസ്സേജ് അയച്ചിട്ടുണ്ട്. സെക്സി ആയിട്ടുള്ള കുറച്ച് ഒരു നല്ല സ്ട്രെയിറ്റ് ഫോർവേഡ് അല്ലാത്ത മെസ്സേജുകളാണ് അയാൾ അയച്ചത്. യു ലുക്ക് സെക്സി ബോംബ് അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് അങ്ങനത്തെ ഒരു മെസ്സേജുകളൊക്കെയാണ് ഇയാൾ അയച്ചപ്പോൾ അപ്പം ഞാനും ലക്ഷ്മി ജയനും കൂടി ഇങ്ങനെ പറയണതേ റസൂൽ പൂക്കുട്ടി മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ അവളോട് ആടി എനിക്ക് അയക്കുന്നുണ്ട്. അപ്പം നിനക്ക് എന്ത് മെസ്സേജ്? അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സ് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ലക്ഷ്മി ജയൻ നാട്ടിൽ വന്നതിന് ശേഷമാണ് റെക്കോർഡിങ്, ഒറ്റ മൂവിയുടെ പാട്ടിൻ്റെ റെക്കോർഡിങ്ങിനാണ് സജനനുമായിട്ട് പോയത്. സജനനുമായിട്ട് പോയപ്പോൾ അന്നാണ് അവിടെ ഇവളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് റസൂൽ പൂക്കുട്ടി അവിടെ ചെല്ലണതും ഇവർ തമ്മിൽ കാണണതും നമ്പർ കൈമാറുന്നതും എല്ലാം ആ സമയത്താണ്. അതിനുശേഷം ഇയാൾ ഞങ്ങൾക്ക് അയച്ച പോലത്തെ മെസ്സേജ് സജനക്കും അയച്ച്. സജന ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഈ കാലം നീട്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ് സജന വീഴാൻ വേണ്ടിയിട്ട്. ഏതൊരാണ് വന്നാലും സജന വീഴും. സജന നല്ല പ്രേമരോഗമാണ്. അതൊക്കെ ഞങ്ങൾ ലിറ്ററലി ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതിന്റെ പ്രൂഫ് അടക്കം എന്നോട് ചോദിച്ചാൽ ഞാൻ തരാം ഇതിന്റെ പ്രൂഫ് എല്ലാം. റസൂൽ പൂക്കുട്ടി ഇവൾക്ക് മെസ്സേജ് അയക്കുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി കളിയാക്കുന്നുണ്ട്. സജന നിനക്ക് അയച്ച പോലത്തെ മെസ്സേജ് എനിക്കും ലക്ഷ്മിക്കും ഒക്കെ അയച്ചിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ എത്ര പേർക്ക് അയച്ചിട്ടുണ്ടാവും. അപ്പൊ അല്ല, എന്നോട് ഭയങ്കര സ്നേഹമാണ്, എന്നോട് ഭയങ്കര പ്രേമമാണ്. അവൾ അങ്ങനെ തന്നെയാ പറഞ്ഞത്. ഇന്ന് സജന ഫിറോസ് ആണ്. അപ്പൊ ഈ ഫിറോസ് വിളിക്കും, വീഡിയോ കോളില് വിളിക്കുമ്പോ ബാക്കി കേൾക്കാം. പ്രേമമാണ് എന്നോട്, പ്രേമം. കാമമല്ലേ? കാമം പ്രേമം തന്നെ ആയിരുന്നോ? അല്ല, ഒരു സംശയം, അതുകൊണ്ട് ചോദിക്കുക. എന്തൊക്കെ കേൾക്കണം. സജനയുടെ ഗ്രൂപ്പിലുള്ള അവർ തന്നെ പറയുന്നത് കേട്ടല്ലോ. സജനയുടെ ഗ്രൂപ്പിലുള്ള ആളുകളാണ് ഇത് പറയുന്നതേ, കേട്ടല്ലോ അല്ലേ?
റസൂൽ പൂക്കുറ്റിക്ക് പിന്നെ എല്ലാവരും ലേഡീസ് കം ബേബി അത്രേ ഉള്ളൂ. പുള്ളിക്ക് ആ മൂടാ, പുള്ളി ഇപ്പോഴും അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആണല്ലോ, പുള്ളിക്ക് ആ മൂഡ്. പക്ഷെ സജിനമോക്കും ഏതാണ്ടൊക്കെ ആ മൂടായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കാശുള്ളവനാണല്ലോ ഏത്, അവനെ കൊണ്ട് എങ്ങനെയെങ്കിലും ഒക്കത്തൊരെണ്ണം ആക്കിയാൽ പിന്നെ നൈസായിട്ട് ഇങ്ങനെ ഊറ്റിയെടുക്കാം, ആ ഒരു മൂഡ് പിടിച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നില്ലേ? എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. നമുക്ക് കുറച്ചും കൂടെ ബാക്കി കേൾക്കാം. ഫിറോസ് വീഡിയോ കോളിൽ വിളിക്കുമ്പോഴത്തേന് റസൂൽ പൂക്കുട്ടി ഉറങ്ങണമായിരിക്കും. അപ്പോഴാണ് വീഡിയോ കോൾ പറയണോ ശല്യം വിളിക്കേണ്ടെന്നുള്ള രീതിയിലാണ് നമ്മൾ ഫിറോസിന്റെ ഫോൺ എടുക്കണം. പക്ഷെ ഫോൺ എടുത്തതിന്റെ ടോക്ക് മാറി. എന്താണ് എന്താണ് വിശേഷം? അപ്പൊ ഞങ്ങൾ തന്നെ ഇവളോട് ചോദിച്ചിട്ടുണ്ട്, അല്ല മോളെ നിനക്ക് സത്യത്തിൽ എന്താ നിന്റെ പ്രശ്നം എന്ന്. ഈ റസൂൽ പൂക്കുട്ടി പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്, സജന ഞാൻ എന്റെ ഫാമിലിയുടെ കൂടെ ഇരിക്കുമ്പോൾ നീ എന്നെ വിളിക്കരുത്, എനിക്കത് പ്രശ്നമാണ്, എന്നെ വിളിക്കരുത്, എൻ്റെ ഭാര്യ അറിഞ്ഞാൽ അത് പ്രശ്നമാവും. പക്ഷെ ഇവൾക്ക് അത് പറയുമ്പോഴാണ് കള്ളില്ലാണ്ട് പറ്റില്ല. MDMA എന്നൊരു സാധനം ഇവള് പറഞ്ഞല്ലോ വീഡിയോയിൽ. എനിക്ക് അത് കണ്ടുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇത് ചെയ്യണത്. ഈ MDMA എന്ന് പറഞ്ഞ സാധനം സജനനെ തലക്ക് പിടിച്ച് നമ്മളിങ്ങനെ കുലുക്കിയാലില്ലേ, സജനയുടെ മൂക്കിന്ന് ഒരു 3-3.5 കിലോയുള്ള MDMA കിട്ടും. സത്യമാണ് ഞാൻ പറയണത്. ഈ സാധനം ഇല്ലാതെ സജനക്ക് പറ്റില്ല. അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങേറ്റത്തെ അഡിക്ഷനാണ്. ഇവന്റെ ഏതെങ്കിലും ഒരു പ്രോഗ്രാം എടുത്ത് ആ പേജിൽ നോക്കിയാൽ അറിയാം, സജനയുടെ ഒരു ഡാൻസ് ഉണ്ട് അതിനകത്ത്. അടിച്ച് കയറ്റിയിട്ട് സ്റ്റേജിൽ കയറിയതാണ് സജന. സ്റ്റേജിൽ കയറിയിട്ട് സ്റ്റെപ്പ് വരെ മറന്നുപോയിട്ട് ഇവള് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോകുന്നില്ല. കവറപ്പ് ചെയ്ത് നെക്സ്റ്റ് പിള്ളേർ കയറി കൂടെ കളിക്കുന്ന പിള്ളേർ കവറപ്പ് ചെയ്ത് കളിച്ചിട്ടാണ് ആ പ്രോഗ്രാം ഇതാക്കിയത്. ഈ പറഞ്ഞ ലക്ഷ്മിയൊക്കെ കാല് പിടിച്ചിട്ടാണ് സജനൊന്ന് അവർ സ്റ്റേജിൽ കയറ്റിയത്. സജന പറയുന്ന ഒരു കാര്യത്തിൽ ഒരു കഴമ്പൂല. അവൾക്ക് ഒരാളോട് ദേഷ്യം വന്നാൽ അവരെ തറ പറ്റിച്ച് സംസാരിക്കും. തറ പറ്റിച്ച് അവർ വൃത്തികെട്ടവളെന്നുള്ള രീതിയിൽ അവൾ സംസാരിക്കും. ഏത് ലെവലിൽ വേണമെങ്കിലും അവൾ സംസാരിക്കും. ഞാൻ എൻ്റെ കെയർ ഓഫിൽ പരിചയപ്പെട്ട് എടുത്തി കൊടുത്ത ഒരു 3-4 ആൾക്കാരോട് അവള് ചുമ്മാ അവളുടേതായ അടിച്ചു പൊളിക്ക് വേണ്ടിയിട്ട്, നമുക്ക് കഞ്ചാവ് വലിക്കാനോ അവൾക്ക് MDMA എടുക്കാനും വേണ്ടിയിട്ട് അവൾ അവരുടെ അടുത്ത് പൈസ വേണം എടാ പൈസ താടാ, എന്നെ അവിടെ കൊണ്ടുപോടാ, എന്നെ ഇവിടെ കൊണ്ടുപോടാ. ഇതാണ് അവളുടെ ക്യാരക്ടർ. ഞാനൊക്കെ 10-12 വർഷം ദുബായിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഇവിടെ ഒരാളുടെ പേരെടുത്തിടുക, എന്നിട്ട് മറ്റുള്ളവർ ചെയ്ത കാര്യമാണ് പറഞ്ഞത്. ഏതോ നല്ല ആൾക്കാർ കയറ്റി വിട്ടു എന്ന്. ഈ നല്ല ആൾക്കാരെന്ന് പറഞ്ഞ ആൾക്കാരുടെ പേര് അവള് പറയട്ടെ. അപ്പൊ അറിയാം ഫിറോസിന്റെ വീഡിയോയിൽ പറഞ്ഞ ആൾക്കാരുടെ പേരാണോ സജനക്ക് പറയാനുള്ള പേരെന്ന് കറക്റ്റ് ആയിട്ട് അറിയാം. അല്ലാണ്ട് സജനക്ക് അവിടെ ആരുണ്ട്? ഞാൻ തരാം പ്രൂഫ്. സജനെ എയർപോർട്ടിൽ കയറ്റി വിട്ടാലാണ് പൊളിച്ചടുക്കി തരാം ഞാൻ സജനയുടെ എല്ലാ കാര്യങ്ങളും. ഞാൻ സെലിബ്രിറ്റി അല്ല. എന്നെ ഇപ്പൊ എന്തിനാ പെങ്ങളെ നിങ്ങൾ സെലിബ്രിറ്റി ആവണ്ട, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ മാത്രം മതി. ഓൾറെഡി കീറിയിരിക്കുക ഏതാണ്ട് സജിനയുടെ കാര്യം. ഇപ്പൊ ഇതും കൂടെ ആയപ്പോൾ പൂർത്തിയായി. സജിനയുടെ ഗ്രൂപ്പിലുള്ള ആളാ, സജിനെ വളരെ പേഴ്സണലി അറിയാവുന്ന ആളാ. സജിനയുടെ ഈ മറ്റേ പരിപാടി ഉണ്ടല്ലോ, അതിൻ്റെ ഡയലോഗ് കേട്ടപ്പോൾ പൊട്ടിയിട്ടാണ് അവർ ഈ കാര്യങ്ങളൊക്കെ ഇപ്പം വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം അതിൻ്റെ ഉസ്താദാണ് വന്നിരുന്നിട്ട് അവരങ്ങനെ ചെയ്യും കേട്ടോ, ഇവരിങ്ങനെ ചെയ്യും കേട്ടോ, അല്ലാ ഞാൻ പാവം. ഈ സാധനം ഇറക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും പൊളിഞ്ഞു പോകും. അതിനെപ്പറ്റി അറിയാവുന്ന ആളുകൾ വന്ന് സംസാരിക്കും. അതാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചിരിക്കുന്നത്. അതാണ് സജിനോട് ഒറ്റ കാര്യം പറയാനുള്ളൂ, സജിന ഒതുങ്ങുക. ഇനിയും വന്നിരുന്ന് വീണ്ടും അടുത്ത ഇന്റർവ്യൂവിനകത്ത് കയറിയിരുന്ന് പിന്നെയും കഥ പറയായിരുന്നു കഴിഞ്ഞാൽ അടുത്ത ആൾക്കാർ വീണ്ടും നിങ്ങൾക്കെതിരെ വരും. നിങ്ങൾ എപ്പോൾ സംസാരിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ നിങ്ങൾക്കെതിരെ പ്രൂഫുമായിട്ട് ആൾക്കാർ വരുന്നുണ്ട്, നിങ്ങളെ പേഴ്സണലി അറിയാവുന്ന ആളുകൾ. ഇപ്പോഴത്തെ പോലെ. സോ മനസ്സിലാക്കുക, തെമ്മാടിത്തരം കാണിച്ചിട്ട് പിന്നെ കിടന്നുകൊണ്ട് വലിയ കഥ പറയാൻ നിൽക്കാതിരിക്കുക. മനസ്സിലായോ? ഈ കഴപ്പ് അത് അത്യാവശ്യം എല്ലാ മനുഷ്യനും ഉണ്ട്, ഒരു ലിമിറ്റ് വരെ അംഗീകരിക്കുന്നു. പക്ഷെ അത് കാണിച്ചിട്ട് പിന്നെ വന്നിരുന്നിട്ട് അയ്യോ അയാളാണേ കുറ്റക്കാരൻ, ഞാൻ പാവം, ഹര ഹര മഹാദേവ ഞാൻ പാവം എന്ന് പറയാൻ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് ഉടുത്തു തരും. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇങ്ങനെയുള്ള കുറേ അമ്മച്ചിമാരുണ്ട് റൂട്ടിൽ. അവർക്കെല്ലാവർക്കും ഒരു പാഠമായിരിക്കണം ഇത്. മനസ്സിലായില്ല? ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.